നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുകൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ആകാശ വിതാനത്തിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹത്തിൽ ജീവനുണ്ടോ അഥവാ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് പണ്ട് കാലത്ത് ഭൂമിയിൽ വന്ന് പതിച്ച ചില കല്ലുകൾ പരിശോധിച്ചതിൻ്റെ പുറത്ത് അവിടെ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ചില ജീവനുകളുടെ സ്പോട്ടുകൾ അവർ കണ്ടെത്തിയിരുന്നു. അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് കാണുമ്പോൾ അവർ ആ കല്ലിനൊരു പേരിട്ടിരുന്നു, ഹെലൻ ഹിൽസ് 184,000 എന്ന്. അപ്പോൾ എന്തായാലും ശരി, അതിനെപ്പറ്റി ഒരു കൊല്ലം വരെ പഠിച്ച് ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു അതിന് യാതൊരു സാധ്യതയുമില്ല, അതൊരു അജൈവ വസ്തുവിൻ്റെ സാന്നിധ്യമാണ് എന്ന്. അപ്പോൾ അത്തരം ചില എയറോബിക് ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അത് സൂക്ഷ്മാണുക്കളാണ് എന്നും പറഞ്ഞു. അപ്പോൾ നാസ അയച്ച പെരിസോവസ് റോവർ എന്ന് പറയുന്ന മറ്റേ ഉപഗ്രഹം ഈ ചൊവ്വയുടെ ഉപരിതലത്തിൽ കുഴിക്കുകയും അവിടെ നിന്ന് മണ്ണ് ശേഖരിക്കുകയും അവിടെ ആ മണ്ണിൻ്റെ ഡാറ്റ ആ മിഷൻ തന്നെ അവിടെ അനലൈസിസ് ചെയ്തുകൊണ്ട് നാസയുടെ കേന്ദ്രത്തിലേക്ക് ആസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ടിരുന്ന ആ റിസൾട്ടിൽ നോക്കുമ്പോൾ അവിടെ ചില ജീവികളുടെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ജീവികളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഗിഗാവെറ്റ്സും വിവാവെറ്റ്സും അതുപോലെ പോളികാർബണും എന്താണെന്ന് അറിയണം. ഇത് ഒരു ജീവികൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതായത് ഭൂമിയിൽ അത്തരം ഒരു ജീവികൾ ഉണ്ട്. അത് ഈ ശ്വാസം എടുത്തിട്ടൊന്നുമല്ല കഴിയുന്നത്, അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുമല്ല. അതിന് പകരം ഇവർ പോളികാർബണാണ് ഉപയോഗിക്കുന്നത്. ശ്വാസത്തിന് പകരം, അതായത് വായുവിന് പകരം ശ്വാസോച്ഛ്വാസത്തിന് ഇരുമ്പ് ഭക്ഷിക്കുന്നത് മൂലമാണ് അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം ജീവികൾ ഈ മാർസിൽ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ വാർത്ത. അന്ന് ശാസ്ത്രജ്ഞന്മാർ ആ കല്ലിൽ നിന്ന് കിട്ടിയ അതേ തെളിവ് തന്നെയാണ് ഈ പെരിസോവസ് റോവർ അമേരിക്കക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ആശാവഹമായ വാർത്തയാണ്. അപ്പോൾ ഈ ചൊവ്വയിൽ ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവൻ ഉണ്ട്, ഇത്തരം ജീവികൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ജീവസമൂഹമല്ല. ആടും മാടും അതുപോലെ പോത്ത്, കടുവ അങ്ങനത്തെ സസ്യജാലങ്ങൾ ഒന്നുമല്ല. അവിടെ മരങ്ങളൊന്നുമില്ല, അവിടെ വായു തന്നെ ശരിക്കും സഞ്ചരിക്കുന്നില്ല. പക്ഷേ ജീവന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഈ വസ്തുക്കൾ അതായത് ഈ ഗിഗാവെറ്റ്സും വിവാവെറ്റ്സും പോളികാർബണും അവിടെ ഉണ്ടാക്കണമെങ്കിൽ അത്തരമൊരു ജീവിക്ക് മാത്രമേ സാധിക്കൂ. അതായത് നേരത്തെ പറഞ്ഞ ഇരുമ്പ് തിന്നുകയും പോളികാർബൺ ഭക്ഷണമാക്കുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ കാഷ്ടിക്കുന്ന ചില പോയിൻ്റുകളുടെ പേരാണ് ഈ ഗിഗാവെറ്റ്സും വിവാവെറ്റ്സും പോളികാർബണും. അപ്പോൾ അവിടെ ഒരു സംയുക്തം, ഈ സംയുക്തം ജീവൻ്റെ സംയുക്തമാണ്. ഇതില്ലാതെ ജീവന് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ജീവൻ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഇപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ചൊവ്വയിൽ ജീവൻ ആദ്യം ഉണ്ടായിരുന്നോ ആ ഒരു സംശയം, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഉണ്ടായി തീർന്നിരിക്കുകയാണോ, ഇതൊന്നും തന്നെ വ്യക്തമല്ല. അവിടെ ഒരു പുഴ കൊടുത്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേറെ ഒരു ലേക്കുകൾ വറ്റിപ്പോയതാണോ എന്നൊന്നും പറയാൻ സാധ്യമല്ല. പാറ തുറന്നുകൊണ്ട് റിസൾട്ട് തന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഭൂമിയിൽ നിന്ന് നമ്മൾ ഒരു കാലത്ത് അവിടെ എത്തുകയാണെങ്കിൽ ഈ പെരിസോവസ് റോവർ അവിടെ ഫീഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ നമ്മൾ കിട്ടും എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ആഗ്രഹം, അഭിലാഷങ്ങളും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ചൊവ്വയിലും ജീവനും ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഈ പോളികാർബൺ തിന്നിട്ട് ഈ ഊർജം, വിശപ്പിന് ഇത് പോളികാർബൺ തിന്നുന്ന ജീവികൾ, എയറോബിക് ജീവികൾ പുറത്തു വിടുന്ന
കാഷ്ടത്തിൻ്റെ ചില സ്പോട്ടുകൾ പാറകളിൽ ഉണ്ടാകും. അപ്പോൾ അത്തരം പാറകളിൽ നിന്നാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒരു കാലത്ത് ഹെലൻ ഹിൽസ് എന്ന് പേരിട്ട് 184,000 എന്ന് പേരിട്ടതിൽ നിന്നും ഈ വിവരമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടതിന് നന്ദി പറയുന്നു. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ചൊവ്വയിലെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.